പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ വരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഒരു പ്രാവശ്യം കൂടി ഓർമ്മിക്കുവാനും തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരത്തിനും നന്മകൾക്കുമായി കർത്താവിനോട് നന്ദി പറയുവാനും കർത്താവ് ഒരുക്കി തന്ന എല്ലാ ദൈവീക അനുഗ്രഹത്തിനായും നന്മകൾക്കായും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രഭാതം പ്രാർത്ഥനയോടുകൂടി ദൈവവചന ധ്യാനത്തിനായി നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. അവസാനത്തെ ഭാഗം, ഈ പ്രവൃത്തി തങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു. പശ്ചാത്തലം വളരെ സുപരിചിതമാണ്. നെഹമ്യ പ്രവാചകൻ അർത്ഥവിശിഷ്ട രാജാവിൻ്റെ കൊട്ടാരത്തിൽ ശൂഷൻ രാജധാനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി ചെയ്യുന്ന അവസരത്തിൽ പാനപാത്രവാഹനായി ജോലി ചെയ്യുമ്പോൾ യെരൂശലേമിൻ്റെ മതിൽ തീ വെച്ച് ആ മതിൽ ചുട്ടുകിടക്കുന്നു എന്ന് കേട്ട വാർത്ത കേട്ട് ഏറെ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ, അതിന് സാഹചര്യമുണ്ടായി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മതിൽ പണിയാൻ രാജാവിനാൽ നിയോഗം കിട്ടി. ആ മതിൽ പണിക്ക് വേണ്ടി രാജാവ് നിയോഗിച്ച് 5 മാസം ലീവും കൊടുത്ത് അതിനു വേണ്ടിയ സാധന സാമഗ്രികളും പണവും പട്ടാളത്തെയും കൊടുത്ത് യെരൂശലേം മതിൽ പണിയാൻ വേണ്ടി നിയോഗത്താൽ കടന്നു വന്ന് അങ്ങനെ മതിൽ പണിയാൻ എത്തുമ്പോൾ തന്നെ സൻബലത്തും തോബിയാവും ദാസൻ തോബിയാവും ഗർശോമും അതുപോലുള്ള ശത്രുക്കൾ എതിരിന്ന് പണിയിപ്പിക്കത്തില്ല എന്ന് പല തന്ത്രങ്ങളും പയറ്റി. എന്നാൽ ഒരു കയ്യിൽ വാളും മറുകൈയിൽ പണിയുമായി 52 ദിവസം കൊണ്ട് യെരൂശലേമിന്റെ മതിൽ പണി തീർത്ത് 52 ദിവസം കൊണ്ട് യെരൂശലേമിന്റെ മതിൽ പണി തീർത്തതിന് ശേഷം 52 ദിവസം കൊണ്ട് മതിലിന്റെ ആ ദേവാലയത്തിന്റെ യെരൂശലേമിന്റെ മതിൽ പണി തീർത്ത ശേഷം ആ തീർത്ത വാക്കാണ്, ശേഷമുള്ള വാക്കുകളാണ് വായിച്ചു കേട്ടത്. ആ വാക്കിൽ 6-ന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ 15-16 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ മതിൽ 52 ദിവസം കൊണ്ട് പണിതു, ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഇനി അടുത്തത്, ഞങ്ങളുടെ ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികളും ആകെ ഭയപ്പെട്ടു. പണിയിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞവരും ശത്രുക്കളും ചുറ്റുമുള്ള ജാതികളും ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി എന്ന് പറഞ്ഞാൽ നിനക്ക് നേരെ വെല്ലുവിളിച്ചിരുന്ന എതിൽ നിന്നവർക്ക് തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. അടുത്ത വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം. അത് പറയുന്നു, അവർ ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. ഇതൊരു ഗ്രഹിക്കലാണ്. ഇതൊരു മനസ്സിനകത്തെ ചിന്ത. അത് ഫലിച്ചു. ഇന്ന് ദൈവകുഞ്ഞെ നീ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്താൽ സാധ്യമായി. കഴിവില്ലാത്തവർ അതിനെക്കുറിച്ച് പറയുന്നത് ഒരു കുറുക്കം കയറിയാൽ അവർ പണിത മതിൽ ഇടിഞ്ഞു വീഴുമെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. ഇത്രയ്ക്കിത്ര കഴിവേ ഉള്ളൂ, ഇത്രയ്ക്കിത്ര ആളേ ഉള്ളൂ, ഇത്രയ്ക്ക് പണമേ ഉള്ളൂ, കഴിവില്ലാത്തവർ, കപ്പാസിറ്റി ഇല്ലാത്തവർ, എത്താൻ പറ്റാത്തവർ എന്ന് പറഞ്ഞ് പരിഹസിച്ച് മാറ്റി നിർത്തി അടുപ്പിക്കാതെ നിർത്തിയ ആളുകൾ. അങ്ങനെ പരിഹസിച്ചു മാറ്റി നിർത്തി അടുപ്പിക്കാതെ മാറ്റി നിർത്തിയ ഈ ആളുകളുടെ നടുവിൽ, അവരുടെ നടുവിൽ, പരിഹസിച്ചു മാറ്റി നിർത്തിയവരുടെ നടുവിൽ 52 ദിവസം കൊണ്ട് പതിൽപ്പണി തീർന്നപ്പോൾ, 1, അവർക്ക് തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. 2, ഇവിടെ എഴുതിയിരിക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ സഹായത്താൽ ഞങ്ങൾക്ക് കാര്യം സാധിച്ചു എന്ന് അവർ ഗ്രഹിച്ചു. കുഞ്ഞെ, ഇന്ന് നിന്റെ കഴിവ് തീരുന്നിടത്ത് ദൈവത്തിന്റെ കഴിവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ കപ്പാസിറ്റി തീരുന്നിടത്ത് ദൈവത്തിന്റെ പവർ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ
വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പമുണ്ട്. ആ വലിപ്പം ഇവിടെ മാത്രമല്ല, നിത്യത വരെ എത്തിക്കുന്നതാ. ഇവിടുത്തെ നിന്റെ കാര്യങ്ങളുടെ മേൽ ദൈവശക്തി നിനക്ക് അനുകൂലമായിട്ട് വെളിപ്പെട്ടു വരും. നിന്റെ ശത്രുക്കൾ, നിനക്കെതിരെ നിൽക്കുന്നവർ, നിന്നെ വെല്ലുവിളിച്ചു നിൽക്കുന്നവർ എന്തായി തീരുമെന്ന്, എന്തു ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ നിന്റെ ദൈവം അത് തെളിയിക്കും. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഈ കാര്യം സാധിച്ചു, ഈ പണി പൂർത്തീകരിച്ചു, ഈ കാര്യം, ഈ വാക്തത്വം നിവർത്തിച്ചു. കുഞ്ഞെ, ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ, സർവശക്തനായ അഖിലാണ്ടത്തിന്റെ ഉടയവനായ നിന്റെ സൃഷ്ടിതാവായ ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ, നിനക്ക് എന്തു ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം അത് പ്രൂവ് ചെയ്തു തരും. ആ വാക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു. ഈ പ്രവൃത്തി കുഞ്ഞെ, ദൈവപ്രവൃത്തി നിന്റെ ദൈവത്തിന്റെ സഹായത്താൽ, നിന്നോടുള്ള വാക്തത്വം, നിന്നോടുള്ള പൂർത്തീകരണം നിന്റെ ദൈവത്തിന്റെ സഹായത്താൽ നീ പൂർത്തീകരിക്കും. നീ വിശ്വസിച്ചോ? ദൈവത്തിന്റെ സഹായത്താൽ ഈ വാക്തത്വം നിവർത്തിയിരിക്കും. ദൈവത്തിന്റെ സഹായത്താൽ നിന്നോടുള്ള വാക്തത്വം നിവർത്തിയിരിക്കും. ദൈവത്തിന്റെ സഹായത്താൽ നീ ആ വാക്കുകൾ നിവർത്തിക്കും. നിന്നോട് വാക്തത്വം പറഞ്ഞിട്ടുണ്ടോ? നിന്നെ നോക്കി നിൽക്കുന്നു, പരിഹസിച്ച് നീ എങ്ങുമെങ്ങും എത്തത്തില്ലെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ മോശയെ കുറിച്ച് പറഞ്ഞു, ഇവൻ എന്തു ഭവിക്കുമെന്ന് നോക്കി നിൽക്കുമ്പോൾ ഫറവോന്റെ പുത്രിയുടെ എവിടെ നിന്ന് കൽപ്പന വന്നോ ആ കൊട്ടാരത്തിൽ അവൻ വളർന്നതുപോലെ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതലുണ്ടെന്ന്, നിനക്ക് വേണ്ടി യഹോവയുടെ കരുതലുണ്ടെന്ന് മോറിയ മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ യാഗത്തിന് യഹോവ ഈരെ എന്ന് പറഞ്ഞ് കയറി ചെല്ലുന്ന അബ്രഹാമിന് വേണ്ടി, മകന് വേണ്ടി ആടിനെ അവിടെ കരുതി വെച്ച്, ആട്ടുകൊറ്റനെ കരുതി വെച്ചതുപോലെ കുഞ്ഞെ, നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് ഉറച്ചു വിശ്വസിച്ച്, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു. കുഞ്ഞെ, ഈ പ്രവൃത്തി നിന്റെ ദൈവത്താൽ ഇത് സാധിക്കും. നിന്റെ ദൈവത്താൽ ഈ പ്രവൃത്തി നിനക്ക് സാധിക്കും. നിന്റെ ദൈവത്താൽ ഈ പ്രവൃത്തി നിനക്ക് സാധിക്കും. നിന്റെ ദൈവത്താൽ ഈ പ്രവൃത്തി നിനക്ക് പൂർത്തീകരിക്കാൻ നിനക്കത് സാധിക്കും. നീ വിശ്വസിക്ക്, നിന്റെ ദൈവത്താൽ ഈ പ്രവൃത്തി പൂർത്തീകരിക്കും. കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. യഹോവ കൂടിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. അദൃശ്യമാകുന്ന ഒരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നപ്പ കർത്താവിന്റെ കരം കൂടിരിക്കുന്നതിനായി സ്തോത്രം. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തിന്റെ ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ ഈ പ്രവൃത്തി സാധിച്ചു എന്ന് അവർ ഗ്രഹിക്കത്തക്കവണ്ണം ദൈവമായ കർത്താവ് ഈ വചനം കേൾക്കുന്നവരോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. നിത്യത എത്തുന്നത് വരെ ദൈവപ്രവൃത്തിയിൽ, ദൈവകരത്തിൽ താങ്ങി നടത്തുന്ന ദൈവകൃപയ്ക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനവമഹത്തോട് നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേറിയ കൃപയ്ക്കുള്ളിൽ നമ്മളെ മടക്കി മാറാകട്ടെ. താങ്ക് യു സോ മച്ച്.